Hey everyone, welcome back to my channel. Long time no see, I know it. അപ്പോൾ എനിക്ക് എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട്. പിന്നെ എനിക്ക് നല്ല മടിയായി, അതാണ് ആക്ച്വലി. ഞാൻ വിചാരിച്ചു എക്സാമൊക്കെ എന്തായാലും എടുത്തായി, അപ്പോൾ പഠിക്കണം. മെയിനായിട്ട് നമുക്ക് ലാബ് മോഡലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കത് പഠിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല ഞാൻ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റു, എന്നിട്ട് ഞാൻ പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് എനിക്ക് എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. അപ്പം പിന്നെ എനിക്ക് എന്താ ടേബിളിൽ ഞാൻ വെച്ചു വെള്ളം കുടിക്കാനായിട്ട്. എനിക്ക് എണീറ്റ് പോകാൻ ഭയങ്കര മടിയാണ്, പക്ഷെ എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈസി ആണല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ എമൈൻസ് പറഞ്ഞ ചാപ്റ്ററാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഫുൾ തീർക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ടു ഡു ലിസ്റ്റിൽ അത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫുള്ള് തീർക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ 2 പാർട്ട് കണ്ട് തീർത്തു. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് നല്ല മടിയായിരുന്നു പഠിക്കാൻ. ഇരിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ 2 ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം ആക്ച്വലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം കുറേ കാലത്തിന് ശേഷം ഞാൻ ഒന്ന് ഇരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ നമുക്ക് ഗോയിങ് ഓൺ ആണ്. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് പബ്ലിക് എക്സാമിൻ്റെ തലേ ദിവസമാണ്. ബോട്ടണി എക്സാമാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അതാണ് എനിക്ക് ഏറ്റവും പേടി. ഫിസിക്സാണ്. ഫിസിക്സും മാത്സുമാണ് എനിക്ക് ഏറ്റവും പേടി. കാരണം ഫിസിക്സൊക്കെ 14 എക്സ്പെരിമെൻറ്റ് പഠിക്കാനുണ്ട്. അത് എത്ര ഓർമ്മ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. മാത്സും ഈസിയാണ്, പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് മാത്സ്. അങ്ങനെ ആക്ച്വലി ഈ ക്ലാസ് ഏതാണ്ട് 2-3 മണിക്കൂറോളം ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനതിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഈവൻ തോ ഞാൻ 1.5x ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. എന്തായാലും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉച്ച സമയമാകുമ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞു. കാരണം എനിക്ക് ബാക്കി കുറേ കാണാനുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഇരുന്ന് പോയി. ഞാൻ നേരത്തെ തുടങ്ങിയതുകൊണ്ട് ആ സമയമാകുമ്പോൾ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് ബോട്ടണി ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ടൈം കിട്ടി. ഇന്ന് ആപ്പാടെ ഞാൻ 3-4 ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 3 ടാസ്ക് ഞാൻ വൃത്തിക്ക് ചെയ്തെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഇനിയിപ്പോൾ എന്തായാലും ലോങ് വീഡിയോസ് മിക്കവാറും കുറവായിരിക്കും, ഷോർട്സ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ പബ്ലിക് എന്താ പറയുക പ്രാക്ടിക്കൽസ് ആണല്ലോ. അതിന് കാര്യമായിട്ടൊന്നും എന്താ പറയുക, നമുക്ക് ലോങ് വീഡിയോസിൽ അത്രയും മിനിറ്റൊന്നും ഉണ്ടാവില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിക്കവാറും ഷോർട്സ് ആയിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക. ഐ നോ ദാറ്റ് ഐ എം നോട്ട് എ കൺസിസ്റ്റൻറ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റർ. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. ഞാൻ എപ്പോഴെങ്കിലും കൺസിസ്റ്റൻ്റ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരും. പിന്നെ എനിക്ക് വീഡിയോസ് ഇടാനൊക്കെ ലാഗാവും. അതാണ് ഈ കൊല്ലം ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ഇന്നാണ്. ഐ മീൻ ഇതാണ്. അതിനുശേഷം ഞാനൊരു വീഡിയോ എടുത്തു. ഐ തിങ്ക് യു ഷുഡ് നോ വൈ ഐ വാസ് നോട്ട് കൺസിസ്റ്റൻറ്റ് ഓൺ യൂട്യൂബ്. ഹായ് ഗൈസ്, ലോങ് ടൈം നോ സീ. ഐ നോ ഐ വാസ് നോട്ട് അപ്ലോഡിങ് എനി വീഡിയോസ്. എൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ വീഡിയോ ഇട്ടതാണെങ്കിൽ ഫുൾ ഗ്ലിച്ചായും പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഉണ്ട്, വേറെ അടിപൊളി വീഡിയോ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ ബിസി ആയിപ്പോയി. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പ്രീ മോഡൽ എല്ലാ പ്രാക്ടിക്കൽസിൻ്റെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ അതാണ് അവസ്ഥ. ഞാൻ പ്രാക്ടിക്കൽസിൽ തന്നെയായിരുന്നു ആയിപ്പോയത്. അപ്പോൾ ഈ കുറച്ച് ദിവസം ഇനി പ്രാക്ടിക്കൽസ് 22nd സ്റ്റാർട്ടിങ്, പബ്ലിക്. പക്ഷെ അതുവരെ നമുക്ക് സമയമുണ്ട്. സോ ഞാൻ ബാക്കിയുള്ള സബ്ജക്ട്സും പഠിക്കാൻ വിചാരിച്ചു, റിവിഷൻ പോലെ. സോ ഐ ബി അപ്ലോഡിങ് വീഡിയോസ്. എന്തായാലും ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാൻ വിചാരിക്കുന്നുണ്ട് പബ്ലിക്കിൻ്റെ ഒരു എക്സാംസിൻ്റെ എങ്ങനെയാണെന്നൊക്കെ. സോ ഐ ബി ഡൂയിങ് ദാറ്റ്. ആൻഡ് നമുക്ക് വീഡിയോ ബാക്കി കാണാം. സോ അതിനുശേഷം ഐ സ്റ്റഡീഡ് മാത്സ്. മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തീരെ ഇഷ്ടമുള്ളതൊരു ചാപ്റ്ററാണ് വെക്ടർ ആൾജിബ്ര. എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് എത്ര പഠിച്ചാലും തലയിൽ കയറാത്തൊരു ചാപ്റ്ററാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻ്റഗ്രൽസ് ഇസ് സോ സിമ്പിൾ ഞാൻ പറയും. കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ വേറെ വഴിയില്ലല്ലോ, അതിനൊക്കെ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ എനിക്ക് മനസ്സോടെ ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്. ഇത് എത്ര പഠിച്ചാലും എനിക്ക് മറന്നു പോകുന്നു മാത്രമല്ല, എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരേപോലെ തോന്നുന്നത്, ഒരേപോലെ ആൻസർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറ്. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഇതിനെക്കാട്ടും ഏതാണ് 3D പിന്നെ ഇത്രയ്ക്ക് വിഷയമില്ല. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ അതേപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതും അങ്ങനെ തന്നെയാണ്, പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ബോട്ടണിയും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.